പ്രായമാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു 40കൾക്ക് ശേഷം ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ്. സ്കിൻ വളരെ ഡ്രൈ ആയി തുടങ്ങും, സ്കിൻ പതിയെ ഡള്ളായി തുടങ്ങും, സ്കിന്നിൻ്റെ ടൈറ്റ്നെസ് കുറഞ്ഞിട്ട് സ്കിന്ന് ലൂസായി തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ഫേസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുഖത്ത് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രായമാവുന്നതിനനുസരിച്ച് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 25 വയസ്സിന് ശേഷം മുതൽ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു 45-50 ഒക്കെ ആകുമ്പോഴത്തേനും സ്കിന്നൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നതായിരിക്കും. എങ്കിലും കുഴപ്പമില്ല, ഇതുവരെയും സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ, സാഹചര്യങ്ങൾ കൊണ്ട് അതിനൊന്നും സാധിച്ചില്ല എങ്കിൽ ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് പ്രായമൊന്നും ഒരു തടസ്സമല്ല. നമ്മൾ എന്ന് മുതൽ അത് തീരുമാനിക്കുന്നു, നമ്മളെ കെയർ ചെയ്യണമെന്ന് നമ്മൾ എന്ന് മുതൽ ആഗ്രഹിക്കുന്നു, അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 40കൾക്ക് ശേഷമുള്ള നിങ്ങളുടെ സ്കിന്നിനെ നല്ല ടൈറ്റൻ ആക്കാനും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കുവാനും യൂത്ത്ഫുൾ ആക്കുവാനുമായിട്ടുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്ന, എസ്പെഷ്യലി മെച്യൂർഡ് സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുക. മാത്രമല്ല 40+ ശേഷം നിങ്ങളുടെ സ്കിന്ന് എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെക്കുറിച്ച് മുഴുവനായിട്ട് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു പംകിനാണ്, ഒരു മത്തങ്ങയാണ്. ഒരു മെച്യൂർഡ് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മത്തങ്ങ എന്ന് പറയുന്നത്. നമുക്കറിയാം, പംകിൻ സീഡ് എന്നൊക്കെ പറയുന്നത് വളരെയധികം നല്ലതാണ് സ്കിന്നിന്. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് കൊളാജിൻ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട്. നമുക്കറിയാം, വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങിനും അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സ്കിന്നിനെ ഡ്രൈ ആക്കുന്നത് തടയുകയും നമ്മുടെ സ്കിന്നിനെ വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് സിങ്ക്, ഫാറ്റി ആസിഡ്സ്, ഫ്രൂട്ട് എൻസൈംസ് ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതെന്നൊക്കെ പറയുന്നത് സ്കിൻ ഗ്ലോ ആകാനും സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. നമുക്കറിയാം, മുട്ട ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ്. നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആക്കാനും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കുവാനും പോർസ് റെഡ്യൂസ് ചെയ്യുവാനും ഒരു മെച്യൂർഡ് സ്കിന്നിനുണ്ടാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ഈ മുട്ടയുടെ വെള്ള വളരെയധികം നല്ലതാണ്. അപ്പം നമുക്ക് രണ്ടാമതായിട്ട് ആവശ്യമുള്ളത് മുട്ടയുടെ വെള്ളയാണ്. മൂന്നാമതായി നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് തേനാണ്. തേനെക്കുറിച്ച് ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുള്ളതാണ്. നാച്ചുറലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് തേനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് മത്തങ്ങ, രണ്ടാമത്തേത് മുട്ടയുടെ വെള്ള, മൂന്നാമത്തേത് തേനാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയ വില കൊടുത്തൊന്നും വാങ്ങേണ്ട ഒന്നും തന്നെ ഇതിനകത്തില്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഒരു പീസ് മത്തങ്ങ എടുക്കുക. ചെറിയൊരു പീസ് മതിയാകും. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കുക. അതിൻ്റെ സ്കിന്ന് നിങ്ങൾ കളയേണ്ടതില്ല. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ ആവശ്യമായ അത്രയും വെള്ളം മതിയാകും വെച്ച് നിങ്ങൾ ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നിങ്ങളതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കുറച്ച് നിങ്ങളൊന്ന് സ്പൂൺ വെച്ച് കുറച്ച് കഴിയുമ്പോൾ സ്പൂൺ വെച്ചൊന്ന് നോക്കുക, അത് വെന്തോന്ന് നോക്കുക. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇറക്കി വെക്കുക. അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ മുട്ടയുടെ ഒരു വെള്ള അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 1/2 ടീസ്പൂൺ തേൻ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക.
ഇത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ഫേസിൽ നിങ്ങൾ ഏതെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ പയറുപൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിരിക്കണം ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്. എന്നിട്ട് ഇത് നിങ്ങളുടെ ഫേസ് മാത്രമല്ല നെക്കിലും ഇത് അപ്ലൈ ചെയ്യുക. ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് ഡ്രൈ ആകും. നന്നായി ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അത് റിങ്കിൾസ് വരാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ട് അത് ഡ്രൈ ആയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ റിങ്കിൾസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങളങ്ങനെ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഈ അരമണിക്കൂർ ഇത് നല്ലപോലെ ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക. ഭയങ്കരമായിട്ടുള്ളൊരു റിസൾട്ട് തരുന്ന വളരെ നല്ല ഒരു ഫേസ് പാക്കാണിത്. മെച്യൂർഡ് സ്കിന്നിന്, പ്രത്യേകിച്ച് 40കൾക്ക് ശേഷമുള്ള ആളുകൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി തന്നെ നിങ്ങളിത് യൂസ് ചെയ്യണം. ഒരു തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാവുകയില്ല. നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ് 40കൾക്ക് ശേഷം നമ്മുടെ സ്കിന്നിന് കൂടുതൽ കെയർ ആവശ്യമായിട്ടുള്ളത്? കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ റിങ്കിൾസ് വരും, ഫൈലൈൻസ് വരും, ഡ്രൈനെസ് ഉണ്ടാകും, പിഗ്മെൻറ്റേഷൻ വരും, സൺ ഡാമേജ്, ഏജ് സ്പോട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിലുണ്ടാകും. അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. SPF 50 തന്നെയുള്ള ഒരു സൺസ്ക്രീൻ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഈ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഏജ് സ്പോട്ടൊക്കെ വരാൻ ഒരു കാരണമെന്ന് പറയുന്നത് ഈ UV റേസ് ആണ്. അതിപ്പോൾ നിങ്ങൾ വീട്ടിലാണെങ്കിൽ കൂടി, വീട്ടിൽ മാത്രം നിൽക്കുന്ന, അതായത് ജോലിക്ക് പുറത്തേക്ക് പോകാത്ത വീട്ടമ്മമാരാണ് എങ്കിൽ കൂടിയും നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയത്തും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. നല്ലൊരു സൺസ്ക്രീൻ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. നിങ്ങളത് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ 40കൾക്ക് ശേഷം ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാനുള്ള, ഈ സൺ ഡാമേജും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ വാങ്ങണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളത്. എസ്പെഷ്യലി 40 കഴിഞ്ഞവർ നല്ലപോലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. കാരണം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഹൈഡ്രേഷൻ നൽകുന്ന ക്രീമുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഹൈലറോണിക് ആസിഡ്സ്, സെറാമൈഡ്സ്, പെപ്റ്റൈഡ്സ്, നയാസിനിമൈഡ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 40കൾക്ക് ശേഷമുള്ള ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഡീപ്പ് ഹൈഡ്രേഷൻ നൽകുന്ന ഒന്നാണ്. അതേപോലെ ഈ സെറാമൈഡ്സ് എന്ന് പറയുന്നത് സ്കിൻ ബാരിയറിനെ ശക്തിപ്പെടുത്തുന്നതാണ്. പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് സ്കിൻ ഫേമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നയാസിനിമൈഡ് എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റൻ ആക്കാനും സ്മൂത്തൻ ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന, പ്രത്യേകിച്ച് ഈ 40+ ആളുകൾ വാങ്ങുന്ന ക്രീമുകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ക്രീമുകൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയ ഒരു നല്ല മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ 40+ ആളുകളാണ് നിങ്ങളെങ്കിൽ നൈറ്റ് ടൈമിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്തിരിക്കണം. റെറ്റിനോൾ നമ്മളുടെ ഈ സ്കിന്നിന് വളരെ ആവശ്യമാണ്. നമ്മളുടെ ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിനോൾ നിങ്ങൾക്ക് ക്രീമായിട്ടോ അല്ലെങ്കിൽ സിറമായിട്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് റെറ്റിനോൾ നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. ഈ ഫേസ് പാക്കും ഒക്കെ നമ്മൾ ഇതിനോടൊപ്പം ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്കിൻ കെയറും കൂടെ നമ്മൾ അതിനോടൊപ്പം ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ഇതിനകത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. മിനിമലിസ്റ്റിൻ്റെ നല്ലൊരു റെറ്റിനോൾ സിറമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. 40+ ആണെങ്കിൽ നിങ്ങൾക്കൊരു ആൻറ്റി ഏജിങ് ക്രീമും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്കിൻ കെയറിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുക. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു റിസൾട്ട് കിട്ടത്തില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ മോയ്സ്ചറൈസറും നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസറും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ അത് നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലൊരു സൺസ്ക്രീന്, ഒരു റെറ്റിനോൾ സിറം, ഇതൊക്കെ നിങ്ങൾ
തീർച്ചയായിട്ടും യൂസ് ചെയ്തിരിക്കണം 40+ ആണെങ്കിൽ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന നമ്മുടെ ഭക്ഷണം നമ്മൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വൈറ്റമിൻസും പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. ക്യാരറ്റ്, നെല്ലിക്ക, നാരങ്ങ, ബ്രൊക്കോളി, അതേപോലെ തന്നെ ഫിഷ് നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണം ശ്രദ്ധിക്കുക, അതേപോലെ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരുപാട് നേരം നമ്മൾ TV കണ്ടോ ഫോണിലോ ഒന്നും അധികം സമയം സ്പെൻഡ് ചെയ്യരുത്. രാത്രി കാലങ്ങളിൽ ഒരു 8 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം അനിവാര്യമാണ്. നമ്മുടെ പ്രായത്തെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അധികം സ്ട്രെസ്സൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ 40-ന് ശേഷം നമ്മുടെ സ്കിന്ന് വളരെ യൂത്ത്ഫുള്ളാകാൻ, വളരെ ഹെൽത്തി ആകാൻ, നല്ല ബ്രൈറ്റനായിട്ട് ഇരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്കുള്ള റിസൾട്ട് എന്താണെന്നുള്ളതും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.